ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 15-ാം അധ്യായം 22-ാമത് വാക്യം. അന്ധകാരത്തിൽ നിന്ന് മടങ്ങി വരുമെന്ന് അവൻ വിശ്വസിക്കുന്നില്ല എന്നൊരു പ്രസ്താവന കാണുകയാണ്. അനീതി പ്രവർത്തിക്കുന്നവർ, തിന്മ പ്രവർത്തിക്കുന്നവർ, ആത്മവിശ്വാസം നഷ്ടപ്പെട്ടവരാണ്. ഒരു മടങ്ങിവരവ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നവർ പ്രതീക്ഷിക്കുന്നില്ല എന്ന പദമാണ്. 36-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാമത്തെ വാക്കുകൾ വായിക്കുന്നത്, അവൻ്റെ വായിലെ വാക്കുകൾ അകൃത്യവും വഞ്ചനയും ആകുന്നു. ബുദ്ധിമാനായിരിക്കുന്നതും നന്മ ചെയ്യുന്നതും അവൻ വിട്ട് കളഞ്ഞിരിക്കുന്നു. നന്മ ചെയ്യണമെന്നും തിന്മ വിട്ട് ദൈവത്തോട് കൂടെ വസിക്കണമെന്നും ആ നിലകളിൽ ദൈവത്തിങ്കൽ നിന്നുള്ള നന്മകളും അനുഗ്രഹങ്ങളും അനുഭവിക്കണമെന്നുമുള്ള ആഗ്രഹങ്ങളും താൽപ്പര്യങ്ങളും വിശ്വാസവും അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതായ കാര്യമാണ്. ഇയ്യോബിൻ്റെ പുസ്തകം തന്നെ 3-ാം അധ്യായത്തിൻ്റെ 25-ാമത് വാക്യം നാം വായിക്കുമ്പോൾ ഇയ്യോബ് പറയുന്നുണ്ട്, ഞാൻ പേടിച്ചതു തന്നെ എനിക്ക് നേരിട്ടു, ഞാൻ ഭയപ്പെട്ടിരുന്നത് എനിക്ക് ഭവിച്ചു. നമ്മുടെ മനസ്സിനകത്ത് ചിന്തിക്കപ്പെടുന്നതും പറയപ്പെടുന്നതും ആലോചിക്കപ്പെടുന്നതും എന്തോ അത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് സംഭവിക്കപ്പെടുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഭക്തൻ പറയുന്നത്, ഈ അന്ധകാര മണ്ഡലത്തിൽ നിന്ന്, ഈ അന്ധകാര അനുഭവങ്ങളിൽ നിന്ന് മടങ്ങി വരുമെന്ന് വിശ്വസിക്കുവാനായിട്ട് അനവധി ആളുകൾക്ക് സാധിക്കുന്നില്ല എങ്കിലും ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം തനിക്ക് ആഴമായ വിശ്വാസമുണ്ട് എന്നോർപ്പിക്കുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 9 മുതലുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ 2 പേര് പ്രാർത്ഥിപ്പാനായിട്ട് കടന്നു പോവുകയാണ്. 2 പേരും ദേവാലയത്തിലേക്ക് പ്രാർത്ഥിക്കുവാൻ വേണ്ടി കടന്നു ചെന്നു. ഒരുവൻ പരീശനാണ്, മറ്റവൻ ചുങ്കക്കാരനാണ്. പരീശനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ വിശ്വാസം എന്താണെന്ന് ചോദിച്ചാൽ, താൻ ചെയ്തതും താൻ ചെയ്യാൻ പോകുന്നതും താൻ ആരാണെന്നും ഒക്കെ ധരിപ്പിച്ചുകൊണ്ട് ദൈവത്തിങ്കൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കാമെന്നുള്ള ഒരു വിശ്വാസം തനിക്ക് ഉണ്ട്. എന്നാൽ തൻ്റെ വിശ്വാസം പോലെ തനിക്ക് ഭവിച്ചില്ല എന്നും തന്നെ ദൈവം മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകുകയുള്ളൂ എന്ന് ചുങ്കക്കാരൻ്റെ പ്രാർത്ഥനയിലൂടെ തെളിയിക്കപ്പെടുകയും ചെയ്യുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിനകത്ത് ആത്മവിശ്വാസം ഇല്ലാത്തവരായി നമ്മുടെ ജീവിതത്തിലെ കഷ്ടത മാറും, ഇരുള് മാറും, വേദനകൾ മാറും, കഷ്ടതകൾ മാറും, ബുദ്ധിമുട്ടുകൾ മാറും, നമുക്കൊരു നല്ല കാലം ദൈവം തരും എന്നുള്ള ഒരാത്മവിശ്വാസത്തോടുകൂടി ജീവിക്കുന്നെങ്കിൽ മാത്രമേ അത് പ്രാപിക്കാൻ കഴിയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനായി നമ്മെ തന്നെ സമർപ്പിക്കുന്നവരും ആ തലത്തിൽ നമുക്ക് ആത്മവിശ്വാസമുള്ളവരായി ജീവിക്കേണ്ടതിന് നമ്മെ തന്നെ സമർപ്പിക്കുന്നവരുമായി തീരാം. അതിന് ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ.
കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു നന്മയുണ്ടാകുകയില്ല, ഒരു ഉയർച്ച ഉണ്ടാകുകയില്ല, ഒരനുഗ്രഹം ഉണ്ടാകുകയില്ല എന്ന് ചിന്തിച്ചു മുൻപോട്ട് പോകുന്നവരായിട്ടല്ല, എൻ്റെ ജീവിതത്തിലെ ഇരുളുമാറി എനിക്കൊരു നന്മയും ഉയർച്ചയും അനുഗ്രഹവും തലമുറകൾക്ക് അനുഗ്രഹങ്ങളുമൊക്കെ ഉണ്ടാകുമെന്നുള്ള ആത്മവിശ്വാസത്തോടെ ഞങ്ങളുടെ ജീവിതം കഴിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ദൈവം അനുഗ്രഹിക്കുന്നത് കൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.